നിന്നെ അനാവശ്യം പറയുന്നു. ഇവന്മാരെയൊക്കെ ഞാനിന്ന് അങ്ങോട്ട് നോക്കി നീയൊക്കെ എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാണല്ലേ? നിങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കരുത്. അകത്തോട്ട് കയറിയിരിക്കും മോളെ. അവരെ കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോ. എടാ, ഇവര് വന്നോണ്ട് നീയൊക്കെ രക്ഷപ്പെട്ടതാ. ഇനി ഇങ്ങനെ ഒരു അവസരം നിനക്കൊന്നും ഞാൻ തരില്ല. മര്യാദക്ക് നടന്നോണം. ഞങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അന്വേഷിച്ച് നടക്കാനല്ല നിനക്കൊന്നും വേറെ ജോലിയില്ലടാ. ദേവി ചേച്ചി, ഞാൻ വരുന്നത് ലക്ഷ്മിയോടുള്ള ഒരു കരുതൽ കൊണ്ടാ. എന്തിനാ ഇവനെ പോലുള്ള വരുത്തന്മാർക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുന്നത്? അവളെ ഈ നാട്ടിൽ തന്നെ കെട്ടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അവളെ എപ്പോ വേണേലും കാണാലോ. അതെ, അവളെ പൊന്നുപോലെ നോക്കുന്നൊരു ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദേവി ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിച്ചോളാം. എന്താണോ നീ പറഞ്ഞത്? ഞാൻ ലക്ഷ്മിയെ കല്യാണം കഴിച്ചോളാം. അയ്യോ, മര്യാദക്ക് പെരുമാറിക്കോണം. പെണ്ണാണെന്ന് കരുതിയാ വെറുതെ വിടുന്നേ. അല്ലെങ്കിൽ ഇതിനൊക്കെ മറുപടി പറയാൻ ഞങ്ങൾക്ക് അറിയാം. നീ എന്ത് ചെയ്യൂടാ? നീ എന്ത് ചെയ്യൂന്ന്? ഇനി എന്റെ വീടിന്റെ മുറ്റത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലേ പച്ച മടല് വെട്ടി ഞാൻ നിന്നെ തല്ലും. അത് ഉണ്ണിയാണെങ്കിലും ശരി, മണ്ണുണ്ണിയാണെങ്കിലും ശരി. ഇവനെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങി പോടാ, പോടാ. മോളെ വിഷമിക്കണ്ട. നിങ്ങള് ദേവി ഇത് അവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. എന്റെ മോള് പാവോ. എന്താ ദേവി ഇങ്ങനെ പറയുന്നത്? ലക്ഷ്മിയെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്. നാട്ടുകാർക്കെല്ലാം ഇവളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ആ രണ്ടെണ്ണത്തിനെയും കണ്ടാൽ തന്നെ അറിയാം ഫ്രോഡുകളാണെന്ന്. അല്ലെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങൾ ആരെങ്കിലും പെൺകുട്ടികളെ കുറിച്ച് ഇത്ര മോശമായിട്ട് സംസാരിക്കുവോ? സത്യം എന്താ നുണ എന്താന്ന് തിരിച്ചറിയാനുള്ള വിവരം ഞങ്ങൾക്കുണ്ട്. ആ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്ന് അടിയുണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ വെറുതെ നിന്നത്. ഇല്ലെങ്കിൽ ഇവന്റെ കൂടെ ഞാനും അവന്മാരെ തല്ലിയനെ. ക്ഷണക്കത്തിന്റെ സാമ്പിൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിലെ പേര് വിവരങ്ങളൊക്കെ ശരിയാണോ നോക്കാനാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ അവരെ കുറിച്ചൊന്നും ചിന്തിക്കാതെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നോക്കിക്കോളൂ. വളരെ ഉപകാരം. എന്താ ദേവകി ഇത്? ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നേ? നമ്മളൊക്കെ ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ. ഇതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. അല്ല, ജനകൻ അവിടെ പോയി? ഒരു ബിന്ദുവിന്റെ വീട്ടിൽ പോയിരിക്കുവാ. ഇപ്പൊ വരും. നിങ്ങൾ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുൻപ് വരാൻ പറഞ്ഞേനെ. സാരമില്ല, അദ്ദേഹത്തിനോട് അന്വേഷണം പറഞ്ഞാ മതി. ഇത് വായിച്ച് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അറിയിക്കണം. പിന്നെ പാറുവിന്റെ പേര് വലുതാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും വലുതാക്കാം. ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടിയല്ലേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഒരു കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോകാം. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ശരി മോളെ. പോട്ടെ മോളെ. ശരി അമ്മേ. പോട്ടെ. ഭാഗ്യം, പാറും കൂട്ടുകാരും വരുന്നതിന് മുമ്പ് ഇവര് പോയത്. എന്നാലും അവരെന്താ ഇത്രയും താമസിക്കുന്ന? ചേച്ചി,
നീ എവിടെയാ മോളെ? തൊട്ടടുത്ത് എത്തിയെന്ന് പറഞ്ഞിട്ട്? വരുന്ന വഴിക്ക് കാറ് കേടായി. PK സാറിന്റെ കാറിലാ ഇപ്പൊ ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത്. പിന്നെ പ്രതിഭേട്ടനും കുടുംബവും വന്നിരുന്നു. ഭാഗ്യത്തിന് അവര് പെട്ടെന്ന് തന്നെ പോയി. നീ ഒന്ന് വേഗം വാ. ആ ശരി ചേച്ചി. ഉം. വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല.